ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന കൃതി ഒരു വ്യക്തിയുടെ ജീവചരിത്രം എന്നതിലുപരി സത്യത്തെയും അഹിംസയെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു ദാർശനിക പരീക്ഷണശാലയാണ്. തൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തെയും അതീവ സൂക്ഷ്മതയോടെയും സത്യസന്ധതയോടെയും പരിശോധിക്കുന്ന ഗാന്ധിജിയെയാണ് ഈ വായനക്കാർ ഈ കൃതിയിലുടനീളം കാണുന്നത്. ഈ പുസ്തകം തുടങ്ങുന്നത് ഗാന്ധിജിയുടെ ബാല്യകാല സ്മരണകളിൽ നിന്നാണ്. ഒരു സാധാരണ മനുഷ്യനായി ജനിച്ച് പലവിധ തെറ്റുകളിലൂടെയും വീഴ്ചകളിലൂടെയും കടന്നുപോയി പിന്നീട് മഹാത്മാവായി വളർന്നു വന്ന അദ്ദേഹത്തിൻ്റെ പരിണാമം ഇതിൽ വ്യക്തമായിട്ട് വരച്ചു കാട്ടുന്നു. തൻ്റെ തെറ്റുകളെ ഒരിക്കലും ന്യായീകരിക്കാനോ അവ മറച്ചു വെക്കാനോ അദ്ദേഹം ശ്രമിക്കുന്നില്ല. മറിച്ച് ഓരോ തെറ്റിൽ നിന്നും താൻ എങ്ങനെ പാഠം ഉൾക്കൊണ്ടു എന്നും ആ പാഠങ്ങൾ തൻ്റെ സ്വഭാവ രൂപീകരണത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നും അദ്ദേഹം തുറന്നെഴുതുന്നു. തൻ്റെ ജീവിതം തന്നെ ഒരു വലിയ പരീക്ഷണമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. സത്യത്തിൻ്റെ അർത്ഥം തേടിയുള്ള നിരന്തരമായ യാത്രയായിരുന്നു ആ പരീക്ഷണങ്ങൾ. ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം ഗാന്ധിജിയുടെ വ്യക്തിത്വത്തെ അടിമുടി മാറ്റിയെഴുതിയ ഒരു കാലഘട്ടമായിരുന്നു. വർണ്ണ വിവേചനത്തിൻ്റെ കയ്പുനീർ കുടിക്കാനിടയായപ്പോൾ പ്രതികാരത്തിനു പകരം സത്യാഗ്രഹത്തിലൂടെയും അഹിംസയിലൂടെയും പ്രതികരിക്കാൻ അദ്ദേഹം പഠിച്ചു. ഈ കാലഘട്ടത്തിലെ സംഭവങ്ങൾ രാഷ്ട്രീയ സമരങ്ങളായിരുന്നില്ല, മറിച്ച് സത്യമെന്ന ഒരാശയത്തെ പ്രായോഗിക ജീവിതത്തിൽ അണുവിട തെറ്റാതെ നടപ്പിലാക്കാം എന്നതിനായുള്ള കഠിനമായ പരീക്ഷണങ്ങൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയതയും സാമൂഹിക പ്രതിബദ്ധതയും ഇഴചേർന്നു നിൽക്കുന്നത് ഇവിടെയാണ്. ഭാഷയുടെ കാര്യമെടുത്താൽ അതീവ ലളിതവും എന്നാൽ ഹൃദയത്തിൽ തറക്കുന്നതുമായ ശൈലിയാണ് ഗാന്ധി പുസ്തകത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. വലിയ തത്വചിന്തകൾ പറയുന്നതിനേക്കാൾ താൻ കടന്നു പോന്ന ജീവിതാനുഭവങ്ങളിലൂടെ സത്യത്തിൻ്റെ പാത എത്രത്തോളം ദുഷ്കരമാണെന്ന് അദ്ദേഹം വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നു. ഒരു പത്രപ്രവർത്തകന്റെ കൃത്യതയോടെയും ഒരു ഋഷിയുടെ നിസ്സംഗതയോടെയുമാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നത്. മനുഷ്യനെന്ന നിലയിൽ താൻ വരുത്തിയ പാളിച്ചകളെപ്പോലും വലിയൊരു അറിവിലേക്ക് നയിക്കുന്ന ചവിട്ടുപടികളായി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഈ കൃതിയിൽ കാലാതിവർത്തിയാക്കുന്നത്, അല്ലെങ്കിൽ ഈ കൃതിയെ അത്രയും അമൂല്യമായ ഒന്നാക്കി മാറ്റുന്നത്. ഒടുവിൽ സത്യം തന്നെയാണ് ദൈവം എന്ന തിരിച്ചറിവിലേക്കാണ് ഈ പുസ്തകം വായനക്കാരനെ നയിക്കുന്നത്. ഇന്ന് പലവിധ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ആധുനിക മനുഷ്യൻ, ആധുനിക സമൂഹത്തിന് ആത്മവിശ്വാസത്തിൻ്റെയും ആത്മസത്തയുടെയും ധാർമ്മികതയുടെയും ധൈര്യത്തിൻ്റെയുമെല്ലാം ഒരു വലിയ ഭൂമിക തുറക്കാൻ ഈ കൃതിക്ക് കഴിയുന്നു. പാഠപുസ്തകമായി ജീവിതത്തിലേക്ക് കരുതാൻ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഗാന്ധിജിയെ മാത്രമല്ല, സ്വന്തം ഉള്ളിലെ സത്യത്തെയും തിരിച്ചറിയാൻ ഈ കൃതി ഒരുപക്ഷെ നമ്മളോട് നിർബന്ധിക്കുന്നു എന്ന് വേണം കരുതാൻ. അതെ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു കഥ വായിക്കുന്നതിനും അപ്പുറത്തേക്ക്, ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നതിനേക്കാളും അപ്പുറത്തേക്ക് സ്വന്തം വ്യക്തിത്വത്തെ രാഗിമിനുക്കി സംസ്കരിച്ച് പാകപ്പെടുത്താൻ കൂടെ ഉപകരിക്കുന്ന അമൂല്യമായ ഒന്നായിട്ട് വേണം കരുതാൻ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. എം കെ ഗാന്ധി.